എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിൽ പ്രത്യേകിച്ചും ഭരണഘടനയെക്കുറിച്ചാണല്ലോ വലിയ വാചാലമായി കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും സംസാരിക്കുന്നത്. ആ ഭരണഘടനയിൽ തന്നെ മതേതരത്വത്തെക്കുറിച്ച് സോഷ്യലിസത്തെക്കുറിച്ചുമാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. സത്യത്തിൽ ഭരണഘടനയിൽ മതേതരത്വം എന്നുള്ള വാക്കെഴുതി ചേർത്തത് എന്തിനാണ്? അത് ഹിന്ദു സമൂഹത്തിനെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഭാരതത്തിൽ മതേതരത്വം ഈ ഭരിച്ച കക്ഷികളൊന്നും കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മതേതരത്വം അവരുടെ ഭരണകാലത്ത് പ്രയോഗത്തിൽ വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഭരണഘടന ഉണ്ടാക്കിയ കാലത്ത് 1950 അത് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ആമുഖത്തിൽ മതേതരത്വവും ജനാധിപത്യവും എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഇത് എഴുതി ചേർത്തത്, എന്തിനാണ് എഴുതി ചേർത്തത് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, അത് എഴുതി ചേർത്തത് ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന് വഞ്ചിക്കുക എന്നുള്ളതായിരുന്നു. മതേതരത്വത്തിന്റെ പേരിൽ ഹിന്ദു സമൂഹത്തിനെ അവരുടെ ധാർമ്മിക കാര്യങ്ങളിൽ നിന്നും സാംസ്കാരിക കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക, അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ധാർമ്മിക സങ്കല്പങ്ങളെയും ജീവിത മൂല്യങ്ങളെയും പറിച്ചെറിയുക, വിദ്യാഭ്യാസത്തിൽ നിന്ന് ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങളെ തൂത്തെറിയുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ മതേതരത്വം എന്നുള്ളത് ഭരണഘടനയിൽ എഴുതി ചേർക്കാൻ കാരണം. അതിന്റെ തെളിവാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, ഭാരതത്തിന്റെ വിദ്യാഭ്യാസത്തിൽ ഈ കാലത്തോളം, ഈ സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷം അല്ലെ 65 വർഷ കാലത്തോളം ധാർമ്മിക മൂല്യങ്ങൾ കിട്ടുന്ന എന്തെങ്കിലും പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചെന്നാൽ അത് ഹിന്ദു മതത്തിന്റെ ആണെന്ന് പറഞ്ഞിട്ട് പാഠഭാഗങ്ങളിൽ നിന്നും മറ്റിതര കാര്യങ്ങളിൽ നിന്നും ധാർമ്മിക സങ്കല്പങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞു കളഞ്ഞു. അതിനെ ബോധിപ്പിക്കുന്ന, അതിനെ പഠിപ്പിക്കുന്ന അത്തരം പാഠഭാഗങ്ങളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ നമ്മുടെ ദർശനങ്ങളെയോ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പാഠപുസ്തകങ്ങളിൽ നിന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും സമ്പൂർണമായി എടുത്തു കളഞ്ഞു. അങ്ങനെ കളയാൻ പറഞ്ഞ ന്യായം എന്താണ്? അത് മതമാണ്, ഭാരതം മതേതരമാണ് എന്നുള്ളതായിരുന്നു. വാസ്തവത്തിൽ മതേതരത്വം എന്നുള്ളത് ഭരണഘടന അനുസരിച്ച് പ്രയോഗത്തിൽ കൊണ്ടുവന്നോ? അതില്ലതാനും. കാരണം മതേതരമാണെന്ന് ഹിന്ദു സമൂഹത്തിനോട് മുഴുവൻ പറയുമ്പോഴും മതനിയമങ്ങൾ കൊണ്ടുവരുവാൻ ഒരു മടിയും കാണിച്ചിരുന്നില്ല. മതനിയമം അനുസരിച്ചാണ് ഭരണഘടനയിൽ മതത്തിന് അനുസരിച്ചുള്ള നിയമങ്ങളുണ്ട്. മതങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇസ്ലാം മതത്തിന് പ്രത്യേക നിയമം, ഓരോ മതത്തിനും പ്രത്യേക നിയമമാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതപരിഗണന കൂടാതെയുള്ള ഭരണമാണല്ലോ. ഭരണ സംവിധാനങ്ങളിലോ നിയമ സംവിധാനങ്ങളിലോ മതം പരിഗണിക്കാതെ എല്ലാവരെയും ഒരേ നിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അതിൽ മതനിഷേധം വേണമെന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു മതത്തിനെ നിഷേധിക്കുകയും ചില മതത്തിനെ ഉൾക്കൊള്ളുകയും അവർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുകയും ചെയ്താൽ അത് മതേതരത്വം എന്ന് പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞെന്നാൽ മതത്തിന്റെ പേരിൽ വിദ്യാഭ്യാസത്തിന്റെ വകുപ്പുകൾ ചേർക്കുമ്പോൾ അവിടെ മതം വരുന്നു, നിയമസംരക്ഷണത്തിന്റെ കാര്യം വരുമ്പോൾ അവിടെ മതം വരുന്നു. ഞാൻ വളരെ ലഘുവായ ഒരു ഉദാഹരണം പറയാം. ഇസ്ലാം മതത്തിന്റെ മതവിശ്വാസിയാണെങ്കിൽ അവർക്ക് 4 വിവാഹം കഴിക്കുവാൻ ഭരണഘടന അനുവദിക്കുന്നു. ഹിന്ദു സമൂഹമാണെങ്കിൽ 1-ൽ കൂടുതൽ ബഹുഭാര്യത്വം നിയമവിരുദ്ധമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ എന്ത് മതേതരത്വമാണുള്ളത്? കേരളത്തിൽ നമുക്കറിയാം, മലബാർ സൈഡിൽ പോയപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും മലബാർ സൈഡിൽ കൂടുതലുണ്ട് ഗവൺമെന്റ് മാപ്പിള ഹൈസ്കൂള്, LP സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് സ്കൂൾ, മാപ്പിള സ്കൂൾ എന്ന് പറഞ്ഞ മുസ്ലിം സ്കൂളുകളുണ്ട്. അതായത് അപ്പോൾ അവിടെ എന്താ മതേതരത്വം ഇല്ലേ? അവിടെ മതേതരത്വം ആവശ്യമില്ല. മാപ്പിള സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മുസ്ലിം സ്കൂൾ. ഗവൺമെന്റ് എങ്ങനെയാണ് മുസ്ലിം സ്കൂൾ നടത്തുന്നത്? ഗവൺമെന്റ് എങ്ങനെയാണ് ഒരു സ്കൂളിനെ മുസ്ലിം സ്കൂളായിട്ട് പ്രഖ്യാപിക്കുന്നത്? ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ സ്കൂൾ നടത്താം, ക്രൈസ്തവ മതവിശ്വാസികൾക്ക് അവരുടെ സ്കൂൾ നടത്താം. അതായിക്കൊള്ളട്ടെ, അതിന് ക്രിസ്ത്യൻ സ്കൂളെന്നോ മുസ്ലിം സ്കൂളെന്നോ പറയാം. പക്ഷേ ഗവൺമെന്റ് മുസ്ലിം സ്കൂൾ നടത്തുന്നെങ്കിൽ ഗവൺമെന്റ് ക്രിസ്ത്യൻ സ്കൂളില്ല, ഗവൺമെന്റ് ഹിന്ദു സ്കൂളില്ല, ഗവൺമെന്റ് മാപ്പിള സ്കൂള് എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് മതേതരത്വം? എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്നുള്ളത് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ഭരണത്തിൽ മതേതരത്വം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് 2005 മൻമോഹൻ സിംഗ് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് 90 ജില്ലകളെ ഇസ്ലാമിക ജില്ലകളായിട്ട്, ഇസ്ലാം ഭൂരിപക്ഷ ജില്ലകളായിട്ട് പ്രഖ്യാപിക്കുകയും അവർക്ക് പ്രത്യേക വികസന പദ്ധതികൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഗവൺമെന്റ്? അപ്പോൾ എവിടെയാണ് മതേതരത്വം? മതേതരത്വം എന്ന് പറയുന്നത് ഫലത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ ഭരണകാലത്ത് എന്നുള്ളതിന്റെ തെളിവാണ്. ഇവിടെ കേരള സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണല്ലോ
വേറൊരു പാലളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേക ആനുകൂല്യങ്ങളും നിയമ സംവിധാനങ്ങളും ഉണ്ടാക്കിയില്ലേ? അപ്പോൾ എവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മതേതരത്വം? അപ്പൊ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഭരണ ആനുകൂല്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക, ഭാരതീയമായ സാംസ്കാരിക മൂല്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒഴിവാക്കുക, ഈ ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് മതേതരത്വം എന്നുള്ളത് എഴുതി ചേർത്തത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഇല്ലാത്ത ഒരു മതേതരത്വം പിന്നെ എപ്പോഴാണ് അതിൽ കുത്തിക്കയറ്റിയത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കുത്തിക്കയറ്റി മതേതരത്വം എന്നും സോഷ്യലിസം എന്നും പറയുന്നത് ഭരണഘടനയിൽ കുത്തിക്കയറ്റിയത് ഭരണഘടന പ്രവർത്തനത്തിൽ ഇല്ലാതിരുന്ന കാലത്താണ്. പാർലമെന്റ് പാസാക്കുന്ന നിയമമാണല്ലോ ഭരണഘടനയുടെ ഭാഗമായിട്ട് മാറുക. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഭരണത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഏകാധിപത്യപരമായി ഭരണം നടത്തുന്നു. പാർലമെന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഭരണഘടനയെ കൂച്ചുമരം കിട്ടുവെച്ചിരിക്കുന്നു, ഭരണഘടന അനുസൃതമായ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തുകയല്ല, ഭരണഘടന അനുസരിച്ചുള്ള എല്ലാം അവസാനിപ്പിച്ച് കോൺഗ്രസിന് ഇഷ്ടമുള്ളതുപോലെ ഭരണഘടനയുടെ ഒരു സ്ഥാനത്തും ഇരിക്കുന്നില്ലാത്ത സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് മന്ത്രിയുടെ മകൻ ഭരണം നടത്തുന്നു. ഈ 54 കോടി ജനങ്ങളെ ഭരിച്ച കാലമാണല്ലോ അടിയന്തരാവസ്ഥ. ഭരണഘടനയോ നിയമവ്യവസ്ഥയോ കോടതിയോ ഒന്നും നിലവിലില്ലാത്തൊരു കാലം. ആ കാലത്ത് ഭരണഘടന ചങ്ങലക്കിട്ട് പൂട്ടിവെച്ച കോൺഗ്രസ് ഭരണകാലത്ത് മതേതരത്വം എന്നുള്ളത് എഴുതി ചേർത്താൽ അതെങ്ങനെ നിയമവിധേയമായി മാറും? അത് പാർലമെന്റ് പാസാക്കിയ കാര്യമല്ലല്ലോ, അത് പാർലമെന്റിൽ ചർച്ച ചെയ്ത കാര്യമല്ലല്ലോ, പാർലമെന്റ് ഉള്ള കാലത്തല്ലല്ലോ. അപ്പൊ പാർലമെന്റ് ഇല്ലാത്ത കാലത്ത്, ഭരണഘടന നിലവിലില്ലാത്ത കാലത്ത്, ഏകാധിപത്യത്തിന്റെ കാലത്ത് ഒരു കാര്യം എഴുതി ചേർത്താൽ അതെങ്ങനെ നിയമവിധേയമാകും എന്ന് ആലോചിക്കേണ്ടതായിരുന്നില്ലേ? അങ്ങനെ ആലോചിക്കാതെ ആ മതേതരത്വത്തിൽ കടിച്ചു തൂങ്ങി ഈ പറയുന്ന ഹിന്ദു വിരുദ്ധമായ, ദേശീയ വിരുദ്ധമായ, ഭാരതീയ വിരുദ്ധമായ, സാംസ്കാരിക വിരുദ്ധമായ, ധാർമ്മിക വിരുദ്ധമായ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ ഉള്ള ഒരു കുറുക്കു വഴിയായി മതേതരത്വം എന്നുള്ളത് കുത്തിക്കയറ്റിയ കോൺഗ്രസ് ഇരുണ്ട കാലത്ത് ഇരുട്ടിന്റെ മറയിൽ ഭരണഘടനയിൽ കുത്തിക്കയറ്റിയതാണ് മതേതരത്വം എന്ന വാക്കും സോഷ്യലിസം എന്ന വാക്കും. അതുകൊണ്ട് വാസ്തവത്തിൽ അത് ഭരണഘടനാപരമല്ല എന്ന് പറയേണ്ടി വരും. ഭരണഘടനാപരമായ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെ, ജനാധിപത്യ ക്രമത്തിലൂടെ ഭരണഘടനയിൽ വരുത്തേണ്ട ഭേദഗതികൾ, ആ ഭേദഗതികൾ വരുത്തുന്നതിന് ചില നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ട്. പാർലമെന്റ് കൂടണം, 2/3 ഭൂരിപക്ഷം വേണം, പാർലമെന്റിൽ ചർച്ച ചെയ്യണം, അങ്ങനെ ഒത്തിരി ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു നിയമം കൂട്ടിച്ചേർക്കുകയോ തിരുത്തുകയോ ഒക്കെ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഇതെല്ലാം അന്തിമമായി നിയമനിർമ്മാണ സഭ എന്നുള്ള നിലയിൽ പാർലമെന്റാണ് ഒരു ഭരണഘടനയിൽ എന്തെങ്കിലും എഴുതി ചേർക്കുകയോ എഴുതിയത് മാറ്റിവെക്കുകയോ മാറ്റിക്കളയുകയോ ചെയ്യേണ്ടത്. എന്നിരിക്കെ പാർലമെന്റിൽ ചർച്ച ചെയ്ത് പാസാക്കാത്ത ഒരു കാര്യം ഭരണഘടനയിൽ എഴുതി ചേർത്ത കോൺഗ്രസിന്റെ അഹങ്കാരവും ധിക്കാരവും ഭരണഘടനയോടുള്ള വെല്ലുവിളിയും നമ്മൾ തിരിച്ചറിയുകയും ഭരണഘടനാപരമല്ലാതെ എഴുതി ചേർത്ത ഈ 2 വാക്കുകളെ ഭരണഘടനാപരമല്ല എന്ന കാരണം കൊണ്ട് തന്നെ തിരസ്കരിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെ തിരസ്കരിക്കേണ്ടതാണെന്ന് ആദ്യം ബോധ്യമാകേണ്ടത് ഈ പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞ് എടുത്ത് വിടുന്ന ജനങ്ങളാണ്. ജനങ്ങൾ ആദ്യം അവർക്ക് ബോധ്യമാവണം, ജനങ്ങൾ ആദ്യം തീരുമാനിക്കണം. ഈ കള്ളത്തരം, ഈ തട്ടിപ്പ്, ഈ അട്ടിമറി കോൺഗ്രസിന്റെ അധികാരത്തിന് വേണ്ടി, കോൺഗ്രസ് കുടുംബത്തിന് വേണ്ടി ഭരണഘടനയെ അട്ടിമറിച്ച് എഴുതി ചേർത്ത, ഭാരതത്തിന്റെ ദേശീയതയെ മുഴുവൻ തകർക്കുന്നതിന് വേണ്ടി എഴുതി ചേർത്ത, ഭാരതത്തിന്റെ അഖണ്ഡതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി എഴുതി ചേർത്ത ഈ ഭരണഘടനാ വിരുദ്ധമായ മതേതരത്വം എന്നും സോഷ്യലിസം എന്നും പറയുന്ന അത് എടുത്തു കളയണം എന്ന് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരേണ്ട ഒരാവശ്യമാണ്. അതിലുപരി ഇവർ ഇന്ന് വിളിച്ചു പറയുന്ന ഭരണഘടനയാണ് ഞങ്ങൾക്ക് പ്രധാനമെന്ന് പറയുന്ന ഈ കാര്യങ്ങൾ, ഈ മതേതരത്വം എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ ദേശീയ വിരുദ്ധ പ്രവർത്തനത്തിനുള്ള മറയായി മതേതരത്വം എന്ന വാക്കിനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട രാത്രികളിൽ കോൺഗ്രസ് കുടുംബത്തിന്റെ ഉള്ളറകളിൽ ഇരുന്നു കൊണ്ട് അടുക്കളയിൽ വെച്ച് എഴുതി ചേർത്ത ഈ തട്ടിപ്പ്,
ഇത് തട്ടിപ്പാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും ഇന്നെല്ലാവരും വിളിച്ചു പറയുന്ന മതേതരത്വവും ജനാധിപത്യവും എന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഡോക്ടർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ഭാരതത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കിയ ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുകയും ഇനി അഥവാ അത് ചേർക്കേണ്ടതാണ് എന്ന് എല്ലാവർക്കും തോന്നുകയാണെങ്കിൽ പാർലമെന്റിൽ അത് ചർച്ച ചെയ്ത് പാസാക്കി 2/3 ഭൂരിപക്ഷത്തിൽ പാസാക്കി ആമുഖത്തിൽ ചേർക്കേണ്ടതായിരുന്നു. ആമുഖം തിരുത്താൻ പാടില്ലാത്തതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. ആമുഖമല്ല പാർലമെന്റ് തിരുത്തേണ്ടത്. പിന്നെയോ പാർലമെന്റ് തിരുത്തേണ്ടത് നിയമങ്ങളിൽ പോരായ്മകളുണ്ടെങ്കിൽ പുതിയ നിയമം ഉണ്ടാക്കാം, നിയമങ്ങളിൽ പിഴകളുണ്ടെങ്കിൽ അത് തിരുത്താം. നിയമ സംവിധാനങ്ങളെയാണ് ഭരണഘടനയിലെ വകുപ്പുകളെയാണ് തിരുത്താൻ അധികാരമുള്ളത്. പാർലമെന്റിന് വ്യവസ്ഥാപിതമായി തിരുത്താൻ അധികാരമുള്ളത്. ആമുഖം തിരുത്താനുള്ള അധികാരം ആർക്കാണ്? കോൺഗ്രസുകാർക്ക് ആരാ കൊടുത്തത്? പാർലമെന്റ് അഥവാ ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഭരണഘടനാ നിർമ്മാണ സഭ അനുവദിക്കാത്ത ഒരു കാര്യം എങ്ങനെയാണ് അവിടെ അതിൽ എഴുതി ചേർക്കുക? നിയമത്തിൽ മാറ്റം വരുത്താൻ അനുമതിയുള്ള പാർലമെന്റ് പാസാക്കാത്ത ഒരു കാര്യം എങ്ങനെയാണ് ഭരണഘടനയിൽ ചേർക്കുക? അങ്ങനെ ഒരു തരത്തിലും പാടില്ലാത്ത ഒരു കാര്യം ചെയ്ത കോൺഗ്രസ്സുകാരന്റെ തട്ടിപ്പിന് കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടുനിൽക്കുകയായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഇരുണ്ട അറകളിൽ വെച്ച്, അവരുടെ ഉറക്കറകളിൽ വെച്ച്, അടുക്കളയിൽ വെച്ച് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഗൂഢാലോചന നടത്തി ദേശീയ വിരുദ്ധമായി, ഭാരത വിരുദ്ധമായി എഴുതി ചേർത്ത, അട്ടിമറി നടത്തിയ ഭരണഘടനയെ ചങ്ങലക്കിട്ട് വെച്ച് അതിനിടെ അകത്ത് കുത്തിക്കയറ്റിയ കോൺഗ്രസ് സർക്കാരിന്റെ ഈ രാജ്യവിരുദ്ധമായ, ദേശീയ വിരുദ്ധമായ ഈ കാര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് വലിച്ചെറിയേണ്ടതാണ് എന്ന് വിവരമുള്ള, അറിവുള്ള ഭാരതീയർ, ദേശീയ ബോധമുള്ള ഭാരതീയർ അതിനെ തിരസ്കരിക്കാൻ തയ്യാറാവുകയും വേണമെങ്കിൽ നിയമങ്ങൾ എഴുതി ചേർക്കുകയോ തിരുത്തുകയോ ചെയ്യാനുള്ള അധികാരം മാത്രമേ പാർലമെന്റിനുള്ളൂ. ആമുഖം, പ്രിയാമ്പിൾ അത് തിരുത്താൻ ആർക്കും അധികാരമില്ലാത്തതാണ്. ആ അഹങ്കാരം കാണിച്ച കോൺഗ്രസ് ഗവൺമെന്റിന്റെ, കോൺഗ്രസ് സർക്കാരിന്റെ, അവരുടെ നേതാക്കന്മാരുടെ ചെകിടത്ത് അടിച്ച് അന്ന് വലിച്ചെറിയേണ്ടതായിരുന്നു. അന്ന് അത് ചെയ്യാതിരുന്നത് കൊണ്ട് ഇന്ന് ദേശീയ വിരുദ്ധമായ എല്ലാ കാര്യത്തിനും മുഖം മൂടി അണിയാൻ മതേതരത്വത്തെ ഉപയോഗിക്കുന്നു. ഭാരത വിരുദ്ധമായ എല്ലാ കാര്യത്തിന്റെയും മുഖം മൂടിയാക്കാൻ മതേതരത്വത്തെ ഉപയോഗിക്കുന്നു. ഭാരതത്തെ ശിഥിലമാക്കാൻ, വിഘടിതമാക്കുവാൻ വേണ്ടിയുള്ള ഉപാധിയാക്കാൻ ഈ മതേതരത്വത്തെ ഉപയോഗിക്കുന്നു. ദേശീയ വിരുദ്ധതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആണ് ഈ മതേതരത്വവും സോഷ്യലിസവും എന്ന് പറയുന്ന ഈ കപടമായ സങ്കല്പങ്ങൾ അതിലെഴുതി ചേർത്തിരിക്കുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ജനങ്ങൾ ജാഗരൂകരാകേണ്ടതാണ്. ഭാരത വിരുദ്ധമായ, ദേശീയ വിരുദ്ധമായ ഒരു കാര്യത്തിന്റെ മറയാക്കാൻ ഉപയോഗിക്കുന്ന മതേതരത്വം ഭാരതം അല്ലാതെ യഥാർത്ഥ അർത്ഥത്തിൽ ഭാരതം മതേതരമാണ്. ഇത് പാർലമെന്റിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്തതാണ്. മതേതരത്വം എന്നൊരു വാക്ക് എഴുതി ചേർക്കേണ്ടതില്ല. അല്ലാതെ തന്നെ ഭാരതം മതേതരമാണ്. ലോകത്തിലെ സർവ്വ മതങ്ങൾക്കും അഭയം കൊടുത്ത രാജ്യമാണ് ഭാരതം, രാഷ്ട്രമാണ് ഭാരതം, സംസ്കാരമാണ് ഭാരതം. അങ്ങനെ ലോകത്തിലെ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം കൊടുത്ത് തങ്ങൾക്കൊപ്പം ഇരുത്തിയ, തങ്ങളെ പോലെ തന്നെ കണക്കാക്കുന്ന ഹൈന്ദവ സംസ്കാരത്തിന്റെ, ഭാരതീയ സംസ്കാരത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ സങ്കല്പം തന്നെ അതിലുണ്ട്. ഈ പറയുന്ന മതേതരത്വം എന്നുള്ള ആശയം, ഭാവാത്മകമായ മതേതരത്വം, അതുകൊണ്ട് ഭരണഘടനയിൽ അത് പ്രത്യേകമായി എഴുതി ചേർക്കേണ്ടതില്ല എന്ന് ഭരണഘടനാ നിർമ്മാണ സഭ തീരുമാനിച്ചിട്ടാണ് അത് ചേർക്കാതിരുന്നത്. അങ്ങനെ ഡോക്ടർ രാധാകൃഷ്ണന്റെയും ഡോക്ടർ അംബേദ്കറുടെയും ഡോക്ടർ അബ്ദുൽ കലാം ആസാദിന്റെയും സർദാർ പട്ടേലിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും കെ.എം. മുൻഷിയൊക്കെ അടക്കമുള്ളല്ലോ അന്ന് ഭാരതത്തിലുള്ള എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ എല്ലാം കൂടെ ഇരുന്നുണ്ടാക്കിയ ആ ഭരണഘടനയിൽ ഇത് വേണ്ട എന്നവർ തീരുമാനിച്ചെങ്കിൽ അവരെ കഴിഞ്ഞൊക്കെ വെളിവും വിവരവും ഉണ്ടായിരുന്ന ഒരാളാണ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി, ഏകാധിപതിയായ ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ ആ പറയുന്നവരോളം പടുവിഡ്ഢികൾ ഈ രാജ്യത്ത് വേറെ ഇല്ല എന്ന് കണക്കാക്കേണ്ടി വരും. അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന പ്രഗത്ഭമതികളായ പണ്ഡിതന്മാരും
ദാർശനികന്മാരും മത നേതാക്കളും ഇരിക്കെ അവരെയൊക്കെ കടത്തിവിട്ട് എനിക്ക് മാത്രമേ വിവരമുള്ളൂ എന്ന അർത്ഥത്തിൽ ഈ കോൺഗ്രസ് പ്രധാനമന്ത്രി കാണിച്ച ഈ പേക്കൂത്തിനെ വലിച്ചെറിയേണ്ടതാണ്, ചീഞ്ഞ ആ സാധനത്തിനെ വലിച്ചെറിയേണ്ടതാണ് എന്ന ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്, ഉണ്ടാവുകയല്ല, അവർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് അഭ്യർത്ഥിക്കുന്നു. ആ ചരിത്രത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ചരിത്രം നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക. ഞാൻ ഈ പറഞ്ഞത് നേരാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കപടമായ ദേശീയ വിരുദ്ധമായ ഈ സങ്കല്പത്തെ തിരസ്കരിക്കുവാൻ മാനസികമായി ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.